ഫോട്ടോയും വീഡിയോയും എടുത്ത് ഞങ്ങളുടെ ഫാമിലി സർക്കിളിൽ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണല്ലോ അയച്ചു കൊടുത്തത്. അതിനിപ്പോൾ എന്താണ് ഇത്ര പ്രശ്നം? ഗൾഫ് മേഖലയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോസും വീഡിയോസും എടുക്കരുതെന്നും പ്രചരിപ്പിക്കരുതെന്നും പറഞ്ഞപ്പോൾ ചില ആളുകളെങ്കിലും ചോദിച്ച ഒരു കാര്യമാണിത്. അങ്ങനെ ചിന്തിക്കുന്നവരും ഗൾഫിലുള്ള നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഈ പറഞ്ഞ രീതിയിൽ ഇന്റർസെപ്ഷൻ്റെയോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ഫോട്ടോയോ വീഡിയോയോ എടുക്കുന്നതും ഒപ്പം ഈ പറഞ്ഞ ക്ലോസ് സർക്കിളിനാണെങ്കിൽ പോലും ഷെയർ ചെയ്യുന്നതും നമ്മൾ പോലും അറിയാതെ മറ്റ് പലരിലേക്കും എത്തിയേക്കാം. ഗൾഫ് രാജ്യങ്ങളിലെ ആഭ്യന്തര മന്ത്രാലയങ്ങളും മറ്റ് ഉന്നത അതോറിറ്റീസും ഇതിന് വ്യക്തമായ വിശദീകരണം നൽകുന്നത് എങ്ങനെയാണ്? ഈ രീതിയിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോയും വീഡിയോയും നമ്മൾ അറിയാതെ തന്നെ എതിർവശത്ത് നിൽക്കുന്ന ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തും. അതിലൂടെ ഈ സംഭവം ഉണ്ടായതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ, അവിടെ ഉണ്ടായിരിക്കുന്ന കേടുപാടുകളുടെ തോത് എത്രയാണ്, ഇനി അവിടെ ആക്രമണം നടത്തണോ എന്ന് തീരുമാനമെടുക്കുന്നതിന് പോലും സഹായകരമായേക്കാം. അതുപോലെ റെസ്പോൺസ് ടൈം എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിനും ഇത്തരം വീഡിയോകൾ സഹായിച്ചേക്കാം. എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആക്രമണത്തിൻ്റെ ഭാഗമായി അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ ഈ എമർജൻസി ടീം എത്ര പെട്ടെന്ന് അവിടെ എത്തി, റെസ്ക്യൂ പോലുള്ള കാര്യങ്ങൾ എത്ര സമയം കൊണ്ട് നടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അളക്കുന്നതും അവർക്ക് പിന്നീടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് സഹായകരമായേക്കാം. അതുപോലെ നമ്മുടെ മിലിറ്ററി സിസ്റ്റം, സിവിൽ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്നതും വളരെ അപകടകരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾക്ക് തെറ്റായ വിശദീകരണം നൽകിക്കൊണ്ട്, അതായത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടേക്കാം. അത് കാണുന്ന ആളുകളിൽ വളരെയധികം ആശങ്കയുണ്ടാക്കുകയും അഭ്യൂഹങ്ങൾ പരത്തുന്നതിനും കാരണമാകും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇതിൻ്റെ തീവ്രത മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടി ചില കണക്കുകൾ കൂടി പറയാം. ഇങ്ങനെ ഇൻ്റർസെപ്ഷൻ്റെയും മറ്റും ഫോട്ടോകൾ എടുത്ത് പ്രചരിപ്പിച്ച് 313 ആളുകളെയാണ് ഖത്തറിൽ ആൻറ്റി സൈബർ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബഹറിനിൽ ഈ കഴിഞ്ഞ ദിവസം മാത്രം വീഡിയോയും ഫോട്ടോയും എടുത്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ച 6 ഏഷ്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോ സഹിതമാണ് ഗവൺമെൻറ് കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. UAEയും സമാനമായ നിലപാടാണ് ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട് എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഒപ്പം തന്നെ ഇതിൻ്റെ അപകടകരമായ വശങ്ങൾ മനസ്സിലാക്കി ഇനി വാർണിംഗ് മെസ്സേജ് കിട്ടുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോയും വീഡിയോയും എടുക്കാമല്ലോ എന്ന് കരുതി ടെറസിലേക്കും ബാൽക്കണിയിലേക്കും വിൻഡോ സൈഡിലേക്കും പോകുന്ന ആളുകളും ഇങ്ങനെയുള്ള വീഡിയോകൾ കയ്യിൽ കിട്ടിയാൽ ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് മുൻപ് എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ഓർക്കുക.